ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇപ്പം ഞാൻ അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകാം കേട്ടോ. കോട്ടയത്തുള്ള ബിൽഡിംഗ് മെറ്റീരിയൽസ് ഒക്കെ വയ്ക്കുന്ന സ്ഥലത്ത് കുറച്ച് മെറ്റൽ മേടിക്കാൻ വേണ്ടി വന്നതാണ്. കണ്ടിട്ടുണ്ടോ, ഇവിടെ വലിയൊരു സംഗതി കേട്ടോ. കുറച്ച് വണ്ടിയൊക്കെ ഇവിടെ മെറ്റൽ വാരിക്കൊണ്ടിരിക്കുക. മെറ്റൽ എടുക്കാൻ വേണ്ടി JCB പോകുന്നുണ്ട്. പിക്കപ്പ് വാനിലേക്ക് JCB കൊണ്ട് മെറ്റലിറങ്ങുന്ന ദൃശ്യങ്ങളാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. സേഫിനുള്ളോ അല്ലേ? ഇതെന്തിനുള്ള? ഇത് കട്ട കെട്ടാൻ പാർക്കാനല്ല. ഓ, അപ്പോൾ നമ്മുടെ മെറ്റൽ എടുക്കാനുള്ള ആൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ പേരാണ് ബേബി മെറ്റൽ എന്ന് പറയുന്നത്. ഇതിന്റെ വില 60 രൂപ. ഈ 60 രൂപ എന്ന് പറഞ്ഞാൽ ഒരു കൊട്ടയുടെ വിലയാണ് കേട്ടോ. അതിൽ കുറച്ച് പേര് കൊടുക്കത്തില്ല. നമുക്കൊന്ന് ആ മെറ്റൽ പോയി കാണാം. നമ്മുടെ മെറ്റലൊക്കെ ഇവിടെ എത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പീസ് ആൻഡ് കൂടി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. നല്ല ചൂടാട്ടോ ഇവിടെ. അപ്പോൾ ഈ കാണുന്ന പീസ് ആൻഡ് പ്ലാസ്റ്ററിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. നമ്മൾ തേക്കാനും ഒക്കെ യൂസ് ചെയ്യുന്ന തരി കുറഞ്ഞ സാൻഡാണ്. ഇത് സാൻഡല്ല, പാറപ്പൊടി കേട്ടോ. സാൻഡൊന്നും ഇവിടെ കിട്ടാനില്ലല്ലോ, പാറപ്പൊടി കിട്ടത്തുള്ളൂ. 3 കൊട്ട ഞാൻ പീസ് ആൻഡ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കൊണ്ടുവന്ന മെറ്റൽ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഈ കാണുന്നില്ലേ, ഈ ഇതിനിടയിൽ മുഴുവൻ നേരത്തെ ഒന്ന് ഫില്ലിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ടൈലിട്ട സമയത്ത്, ഈ ഇൻ്റർലോക്കിങ് കട്ടയിട്ട സമയത്തൊന്ന് ഫില്ലിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം അതിനെന്ന് വെച്ചാൽ ഇതിനടിയിൽ ബേസ് ഇല്ല, ഒരു മണ്ണിൻ്റെ മുകളിൽ സിമെൻറ്റ് കുഴച്ചിങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തെങ്കിലും നമ്മൾ ചവിട്ടുകയോ വണ്ടി കയറുകയോ ചെയ്യുമ്പോൾ പപ്പടം പോലെ പൊടിഞ്ഞ് ആകെ വൃത്തികേടായിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം മുഴുവൻ കുത്തി ക്ലീൻ ചെയ്ത് പുതിയ ഒരു കോൺക്രീറ്റ് ഫില്ല് ചെയ്യുന്ന രീതിയിലാക്കിയിരിക്കുക. ഇതുപോലത്തെ ചെറിയ സ്പേസിലും പിന്നെ എന്തെങ്കിലും കോൺക്രീറ്റിൻ്റെ ഒക്കെ പൊട്ടിപ്പോയതോ അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടാക്കാനോ, അതായത് പൂച്ചട്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനോ പറ്റിയ മെറ്റലാണ് ബേബി മെറ്റൽ എന്ന് പറയുന്നത്. 6 mm ആണ് അതിൻ്റെ സൈസ്. ഇപ്പം കോൺക്രീറ്റ് മിക്സ് ചെയ്യാൻ എല്ലാവർക്കും അറിയാമായിരിക്കും. പിന്നെ ഞാൻ ചെയ്യുന്ന രീതി ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിവിടെ മിക്സ് ചെയ്യുന്നത് 4:2:1. ഈ കാണുന്ന ചിരട്ടയാണ് ഞാൻ അളവ് പാത്രമായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പം 4 ചിരട്ട മെറ്റലിന് 2 ചിരട്ട പാറപ്പൊടി, അതായത് ഇവിടുത്തെ മണൽ, പിന്നെ 1 ചിരട്ട സിമൻറ്റ്. അങ്ങനെയാണ് ഒരു ഇവിടുത്തെ കോൺക്രീറ്റിൻ്റെയൊക്കെ ഒരു റേഷ്യോ. അത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വിടാൻ കേട്ടോ, അതൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ശകലം സ്പീഡ് കൂട്ടി കാണിക്കാം കേട്ടോ, ഇല്ലേ ബോറടിച്ച് പോകും. ഇവിടെ ഇപ്പോൾ ഞാൻ മിക്സ് ചെയ്യുന്നത് 8 ചിരട്ട മെറ്റലും 4 ചിരട്ട നമ്മുടെ പാറപ്പൊടിയും പിന്നെ 2 ചിരട്ട സിമെൻറ്റുമാണ്. അതായത് നേരത്തെ പറഞ്ഞ റേഷ്യോയുടെ ഇരട്ടി. എനിക്ക് അത്രയും കൂടുതൽ സാധനം ഇവിടെ വേണ്ടതുകൊണ്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്യുന്നത്. നമുക്ക് ഈ സിമെൻറ്റ് എടുത്ത് ഇങ്ങോട്ട് മാറ്റി വെച്ചേക്കാം, ഇല്ലെങ്കിൽ വെള്ളം വല്ല നനഞ്ഞു കഴിഞ്ഞാൽ കട്ട പിടിക്കാൻ തുടങ്ങും. ആദ്യം വെള്ളം ചേർക്കരുത്. ആദ്യം സിമെൻറ്റും ഈ മണലും കൂടി വേണം. നമ്മൾ വലിയ വാർക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ സിമെൻറ്റും മണലും കൂടി ആദ്യം മിക്സ് ചെയ്ത് പിന്നെ മെറ്റൽ അതിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഞാനിപ്പം ചെറിയ ഇതിലേ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളൂ. അപ്പം മെറ്റലും സിമെൻറ്റും മണലോട് കൂട്ടിയിട്ട് ഒരുമിച്ച് നല്ലപോലെ മിക്സ് ചെയ്യുക. അതിനുശേഷം ഒരു തടവെടുക്കുക നമുക്ക്, നടുക്കൊരു കുഴി പോലെ. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം, വേണ്ടത്ര വെള്ളം കുറച്ച് വെച്ച് ഒഴിച്ചിട്ട് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്.
നന്നായിട്ട് ഇങ്ങനെ കറക്കി മിക്സ് ചെയ്യണം കേട്ടോ, ഇല്ലെങ്കിൽ ശരിക്കും മിക്സ് ആകത്തില്ല. ഇനി ഇതെല്ലാം ഏകദേശം ഒരു ചട്ടി ഫുള്ളുണ്ടെന്ന് തോന്നുന്നു. ഇത്രയും നമുക്ക് ഈ ഒരു മെറ്റലിൻ്റെ ചട്ടി ഉണ്ടല്ലോ അതിലോട്ട് കോരിയിട്ട് നമുക്ക് പണീൻ്റെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാം. പിന്നെ ഈ കാണുന്നത് 3Mൻ്റെ ഒരു മാസ്കിൻ ടേപ്പാണ് കേട്ടോ. ഇതെല്ലാ പെയിൻറ്റുകളിലൊക്കെ കിട്ടുന്ന സാധനമാണ്. ഇത് എന്തിനാണുള്ളതെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഡിസൈൻ വർക്കോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ പെയിൻറ്റ് പറ്റാത്ത സ്ഥലം മാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ഏത് പ്രതലത്തിലും യൂസ് ചെയ്യാം. ഒരു പശ അതിലൊക്കെ പറ്റി പിടിക്കത്തില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗുണം. പേപ്പറാട്ടോ, പേപ്പർ ടേപ്പ്. പുതിയ പെയിൻ്റ് അടിച്ചാലേ ഉള്ളൂ, അതിലൊന്നും പറ്റിക്കേണ്ടെന്ന് വിചാരിച്ചാൽ ഞാനിത് വെക്കുന്നത്. ഇനിയിപ്പോൾ ഈ അടിച്ച ആ ഒരു ഫ്ലോർ കോട്ടിൻ്റെ കാര്യമൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ആ ഫ്ലോർ കോട്ടിൽ സിമെൻറ്റ് ഏതായാലും പിടിക്കുന്നില്ല, അതുകൊണ്ട് പിന്നെ ധൈര്യമായിട്ട് നേരെ ചെയ്തു പോകാം. പ്ലാസ്റ്റർ അടിക്കേണ്ട കാര്യമില്ല ഇവിടെ. ഇതിടുമ്പം ഇത് സിമെൻ്റ് അല്ല, ഇത് കോൺക്രീറ്റ് കേട്ടോ, ചെറിയ കോൺക്രീറ്റാണ്. അപ്പോൾ അത് നല്ലപോലെ കുത്തി ഇറക്കി വേണം നമ്മൾ ചെയ്യാനായിട്ട്. നമ്മൾ മുകളിലത്തെ തട്ടൊക്കെ വാർക്കുമ്പോൾ കണ്ടിട്ടില്ലേ, കമ്പി കൊണ്ട് കുത്തി അതിനകത്തുള്ള എയറൊക്കെ ചാടിച്ച് നല്ലപോലെ തിക്കായിട്ടാണ് പാക്ക് ചെയ്യുന്നത്. പിന്നെ ഈ മുമ്പിൽ കാറിൻ്റെ ടയർ കയറുന്ന സൈഡ് പൊട്ടിപ്പോയിട്ടുണ്ട്. ആ പൊട്ടിയ സ്ഥലം നമുക്ക് ആ ലൂസായിട്ട് കിടക്കുന്ന സ്ഥലമൊക്കെ ഒരു പ്രത്യേക സൗണ്ട് നമുക്ക് കേട്ടാൽ മനസ്സിലാകും കേട്ടോ. അകത്ത് പൊള്ളയായിട്ടുള്ള സൗണ്ട്, അതൊക്കെ ചുറ്റുകൊണ്ട് അടിച്ച് പൊട്ടിച്ച് കളഞ്ഞ് ഒന്ന് എന്തെങ്കിലും കുറച്ചേരം കൊണ്ടൊക്കെ ഒന്ന് മണ്ണൊക്കെ ഒന്ന് മാറ്റി ക്ലീൻ ആക്കിയിട്ട്, വേറെ ഈ കോൺക്രീറ്റിൻ്റെ ഇടയ്ക്ക് വേറെ തടിയുടെ പീസോ ഇലയോ അങ്ങനെയൊന്നും വരല്ല കേട്ടോ. നമുക്കതൊന്ന് ഫില്ല് ചെയ്ത് ചുറ്റുവേണ്ട അടിച്ച് ഇറക്കി കൊടുക്കാം. ഇവൻ്റെ സംഭവം സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും അനങ്ങുകയില്ല, അവിടെ ഇരുന്നോളും. പിന്നെ വേറെ സൈഡ് എന്തെങ്കിലും പൊട്ടിയെങ്കിലും ഉള്ളൂ. അതുപോലെ തന്നെ ഫ്രണ്ടിലെ റോഡിൻ്റെ സൈഡിലുള്ള ഈ മൂലയും വേറെ വണ്ടിക്കാരെ വന്ന് തട്ടുകയൊക്കെ ചെയ്ത് പൊട്ടിപ്പോകുന്നതാണ്. ഇപ്പം നമുക്ക് ഇതുപോലെ ഇപ്പോൾ കുറേ ആളായിട്ട് അമ്മ പറയുന്നതൊന്ന് റെഡിയാക്കിയിടാനായിട്ട്. അപ്പം ഇന്ന് ഇതിൻ്റെ കൂടെ ഞാനിത് കൂടി ചെയ്തേക്കാമെന്ന് വെച്ചു. അപ്പോൾ നല്ലപോലെ അതിനകത്ത് മണ്ണും പൊടിയൊക്കെ കളഞ്ഞിട്ട് നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ കോൺക്രീറ്റ് എവിടെയും ഫില്ല് ചെയ്യാം. സാധാരണ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ആരും കോൺക്രീറ്റ് ഒന്നും ഫില്ല് ചെയ്യാറില്ല കേട്ടോ, സിമെൻറ്റേ ഫില്ല് ചെയ്യാറുള്ളൂ. കോൺക്രീറ്റ് ഇതിനകത്തൊക്കെ ഫില്ല് ചെയ്ത് പിടിപ്പിക്കാൻ ഭയങ്കര പാടാണ്, നടന്ന് താഴോട്ട് വീഴും. അടുത്തുള്ളൊരു വർക്ക്ഷോപ്പുണ്ട്, ആ വർക്ക്ഷോപ്പിലെ സൗണ്ടാണ് കേട്ടോ ഗ്രൈൻഡ് ചെയ്യുന്നതിൻ്റെയൊക്കെ നിങ്ങൾ കേൾക്കുന്നത്. ഇങ്ങനെ മൂല ചെയ്യാൻ വേണ്ടിയിട്ടേ നമ്മൾ എന്തെങ്കിലും ഒരു തടിയോ എന്തെങ്കിലും, ഞാനിപ്പം തടിയൊക്കെ എടുത്തുകൊണ്ട് ഒരു മടിയെ കാരണം ഈ ഒരു കുലശേഖരം വെച്ചിട്ട് അതിനകത്ത് ഈ കോൺക്രീറ്റ് ഫില്ല് ചെയ്ത്, അപ്പം അങ്ങനെ സൈഡ് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം കോൺക്രീറ്റ് കഴിഞ്ഞിട്ട് 2-3 ദിവസം ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവും. ഇപ്പം ഇത് കംപ്ലീറ്റ് നല്ല ഡ്രൈ ആയിട്ട് നിൽപ്പുണ്ട്. പിന്നെ മുകളിൽ കുറച്ച് ലൂസായിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, അത് നമുക്ക് ബ്രഷ് കൊണ്ടും എല്ലാം ക്ലീൻ ചെയ്ത് കളയണം. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ഫിനിഷിങ് വന്നിട്ടില്ലല്ലോ, ആ ഫിനിഷിങ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പരിക്കൻ എടുക്കാം. അപ്പം ഇവർ മേസ്ത്രിമാർ ഇവരൊക്കെ മേക്കാടൊക്കെ പറഞ്ഞിട്ടില്ലേ, പരിക്കൻ ചാന്ത് എന്നൊക്കെ പറയുന്ന സംഭവം, ആ സംഭവം നമുക്ക് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ 2
ചിരട്ടയാണല്ലോ നമ്മൾ നേരത്തെ വളവ് പാത്രമായിട്ട് യൂസ് ചെയ്തത്. ആ ചിരട്ടയ്ക്ക് 2 ചിരട്ട ഈ പീ സാൻഡും പിന്നെ 1 ചിരട്ട സിമെൻറ്റും ചേർത്ത്, അത് മാത്രമേ ഉള്ളൂ, ഇതിനകത്ത് മെറ്റൽ ചേർക്കത്തില്ല. അത് രണ്ടും കൂടി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ ആദ്യം മണലും സിമെൻറ്റും തമ്മിൽ നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം നേരത്തെ പോലെ തന്നെ നടുക്കൊരു കുഴി എടുത്തിട്ട് അതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളവും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ നമുക്ക് ആ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടി ഞാൻ ഈ ഒരു വലത് സൈഡിൽ ടൈലിലേക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇതുണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പീസ് ഉണ്ടല്ലോ ഫൈബർ ഗ്ലാസിൻ്റെ, അത് ഞാൻ സ്ട്രൈറ്റ് ആയിട്ടുള്ള അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ സൈഡ് കുഴപ്പമില്ല, നമുക്ക് തുടച്ചു വിടാമെന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്ത് അത് ഇവിടെ നമുക്ക് ഫിനിഷ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഫ്രണ്ടിലുള്ള നമ്മൾ കോൺക്രീറ്റ് ചെയ്തില്ലേ, കോൺക്രീറ്റ് ചെയ്താലും കുറച്ചുകൂടെ ഇങ്ങനെ കുഴിഞ്ഞ് കിടക്കും. അപ്പോൾ അത് പരിക്കിനിട്ടാൽ മാത്രമേ അതിൻ്റെ കണ്ണാടി ചെയ്തുള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ തേച്ച് ഇത് തന്നെ ഫിനിഷ് ചെയ്ത്, അപ്പുറത്തെ സൈഡ് അതുപോലെ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ഭിത്തിയുടെ സൈഡ്. വേണമെങ്കിൽ സിമെൻറ്റും കുറച്ച് വെള്ളവും ചേർത്ത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല ഗ്രൗട്ട് ഉണ്ടാക്കിയിട്ട് ഇതിന് മുകളിൽ കൂടെ നമുക്ക് ബ്രഷുമൊക്കെ അടിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഒരു ഇതുണ്ടെങ്കിൽ ഒരു അൺഈവൻ സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ അത് ഫില്ല് ചെയ്ത് വിടാനൊക്കെ യൂസ് ചെയ്യുകയൊക്കെ ചെയ്യാം. പക്ഷേ ഇവിടെ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, നല്ല നീറ്റായിട്ട് തന്നെ കിടപ്പുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഈ ചെയ്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ഞാൻ ഈ സൈഡ് ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മറ്റേ ആ ഫ്ലോർ പെയിൻറ്റില്ലേ, ആ റെഡ് കളർ ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ നല്ല സൂപ്പറായിരിക്കത്തില്ലേ. അപ്പോൾ സ്വയം ചെറിയ പണികളൊക്കെ ചെയ്ത് വീടും പരിസരവും എങ്ങനെ മനോഹരമായി സൂക്ഷിക്കാം എന്നുള്ളതായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയറൊക്കെ ചെയ്യണേ. പിന്നെ എൻ്റെ വേറൊരു ചാനലുണ്ട്, ഓയിൽ ആർട്ട് വർക്ക് എന്ന ആ ചാനലിൻ്റെ പേര്. പെയിൻറ്റിങ് പഠിപ്പിക്കാൻ താല്പര്യമുള്ളവർക്ക് വിസിറ്റ് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.